മഹാദേവന്റെ പുത്രനായ കാർത്തികേയൻ താരകാസുരനെ വധിച്ചതിന്റെ പാപ പരിഹാരത്തിനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. ആ കഥ ഇങ്ങനെയാണ്. താരകാസുരൻ മഹാദേവ പുത്രന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം നേടി ലോകത്തെ വല്ലാതെ ശല്യം ചെയ്തു. അന്ന് മഹാദേവന് പുത്രന്മാരില്ലാത്തതിനാൽ താൻ അമരനാണെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് മഹാദേവനും മാതാ പാർവതിയും ഒന്നിക്കുകയും കാർത്തികേയൻ ജനിക്കുകയും ചെയ്തു. തുടർന്ന് ആ യുദ്ധവീരൻ താരകാസുരനെ വധിക്കുകയും ലോകത്ത് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ വിജയിച്ചിട്ടും കാർത്തികേയന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ വധിച്ചത് ഒരു ശിവഭക്തനെയാണ്, അതൊരു പാപമല്ലേ? തന്റെ ഈ കുറ്റബോധം മാറ്റാനായി കാർത്തികേയ ഭഗവാൻ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, പുത്ര, നീ ചെയ്തത് ലോക നന്മയ്ക്കാണ്, എങ്കിലും നിന്റെ മനഃശാന്തിക്കായി ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. അങ്ങനെ കാർത്തികേയ ഭഗവാൻ ഒരു കടൽ തീരത്തെത്തി. നദിയും കടലും ചേർന്ന സുന്ദരമായ സ്ഥലം. അവിടെ അദ്ദേഹം ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. തുടർന്ന് അദ്ദേഹം ആ ശിവലിംഗത്തെ സ്തംഭേശ്വർ മഹാദേവ് എന്ന് വിളിച്ചു. താരകാസുരന്റെ ആത്മാവിനായി അദ്ദേഹം അവിടെ പ്രാർത്ഥനകൾ നടത്തി. ഇന്നും ഗുജറാത്തിലെ ഈ ക്ഷേത്രത്തിൽ ഒരു അത്ഭുതം നടക്കാറുണ്ട്. ദിവസവും കടലിലെ വെള്ളം ഉയരുമ്പോൾ സ്തംഭേശ്വർ മഹാദേവ് ക്ഷേത്രം പൂർണ്ണമായും കടലിനടിയിലാകും. കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെള്ളമിറങ്ങുമ്പോൾ ആ ക്ഷേത്രം പൂർണ്ണമായും മുകളിലേക്ക് ഉയർന്നു വരും. സമുദ്രദേവൻ നേരിട്ട് വന്ന് ഭഗവാന് ദിവസവും രണ്ടുനേരം പാദപൂജയും അഭിഷേകവും നടത്തുന്നതായാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത്. പ്രകൃതിയും ദൈവവും ഒന്നാകുന്ന ഈ കാഴ്ച കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തർ അവിടെ എത്താറുണ്ട്. കാർത്തികേയ ഭഗവാൻ സ്തംഭേശ്വര മഹാദേവനെ പ്രതിഷ്ഠിച്ച ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്. ഓം സ്കന്ദായ നമഃ.